ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ കുർത്തീസിന്റെ അൺബോക്സിങ് തന്നെയാണ്. ഒരു 6 സെറ്റ് കുർത്തീസാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. 2 തവണയായിട്ട് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് വന്നത് മുന്നേ വീഡിയോ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇതിലിപ്പോൾ 3 സെറ്റേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സെറ്റ് കൂടെ ഞാൻ കാണിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം പറയാനുള്ളത്, ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി 500 റുപ്പീസിന് ബിലോ ആണ്. ഇതിൽ ഫുൾ സെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുർത്തി വിത്ത് ദുപ്പട്ട വരുന്നുണ്ട്, കുർത്തി വിത്ത് ബോട്ടം മാത്രമായിട്ടുള്ള വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എല്ലാം കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത് ഡെയിലി ഓഫീസ് വിയർ കോളേജ് വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരി. പിന്നെ ആലിയ കട്ടില്ലേ, ഇപ്പോഴത്തെ മോഡൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആലിയ കട്ട് ടൈപ്പാണ്. ആലിയ കട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആയുള്ളവർക്കും അതുപോലെ തന്നെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് വയറൊക്കെ ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. വയറൊന്നും അറിയില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും ഇട്ടിട്ടുള്ള വീഡിയോയും ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എങ്ങനെയാണ് പിക്ചറിൽ മീഷോയിൽ കണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാൻ ഇരുന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം കാണില്ലായിരിക്കും, പക്ഷെ ഞാൻ എണീറ്റ് നിന്ന് ഇട്ടിട്ടുള്ള മോഡൽ കാണിക്കില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇങ്ങനൊരു ടോപ്പാണ് കേട്ടോ, നല്ല കളറാണ് സംഭവം. ഓവറോൾ ഓക്കെയാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സൽ ആയിരുന്നു. എക്സലിൻ്റെ ആവശ്യമില്ലായിരുന്നു, ലാർജ് മതിയായിരുന്നു. ഇത് ഫുൾ സൈസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ലേസാണ്. ആലിയ കട്ട് മോഡല് എന്ന് പറയാം. പക്ഷെ എനിക്ക് കഴുത്തിൻ്റെ അവിടെ എന്തോ ഒരു ബുദ്ധിമുട്ട്, പിന്നെ കുറച്ച് സൈസ് ഓവർ സൈസ്ഡ് ആണ്, അത് കാരണം കൊണ്ട് ഒരു ബുദ്ധിമുട്ടെന്ന് മാത്രം. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഷോളും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഏകദേശം ജോർജറ്റെ എന്ന് പറയാൻ പറ്റുക, ഏകദേശം അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. അങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്ന മോഡലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം. എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലേ, ഡല്ലല്ലോ, അത്രയും വൈബ്രൻറ്റും അല്ല എന്നാൽ അത്ര ഡല്ലും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. അത്യാവശ്യം നന്നായിട്ട് ഒരു ഫങ്ഷൻ വിയർ ആയിട്ടൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നല്ല ഭംഗിയുണ്ട്. ഈ ഷോളാണ് ഈ സംഭവം. ഇത് ഇങ്ങനെയുള്ളൂ, വീതി ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത്ര വീതി വരുന്നുള്ളൂ. ഫുള്ള് ലൈസ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ലൈസ് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമായിട്ടിടാം നമുക്ക് ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഈ ഷോൾ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓവറോൾ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പൂക്കളും പുഴകളും ഒക്കെ ഉള്ള സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 454 ആണ്, 454 രൂപയാണ്. കുർത്ത വിത്ത് ദുപ്പട്ട ആ ടൈപ്പ് 454 രൂപയ്ക്ക് കുഴപ്പമില്ല. കാരണം ഫുൾ സൈസാണ്. അത്യാവശ്യം എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്ലെയർഡ് മാതിരി അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. 454 രൂപയ്ക്ക് ഓക്കെയാണ് സത്യം പറഞ്ഞു വെച്ചാൽ. അങ്ങനെ കളർ പോകുന്ന മെറ്റീരിയലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ടൈപ്പൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സൽ എന്ന് പറഞ്ഞല്ലോ. എക്സലിൽ കുറച്ച് വലിപ്പം അധികമാണ്. ചില പ്രൊഡക്റ്റുകൾ എക്സൽ എടുക്കുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്, ചിലത് എക്സൽ എടുക്കുമ്പോൾ ഓവറാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലാർജ് മതിയാവും. എൻ്റെ ഒക്കെ ഒരു സൈസ് ഉള്ളെങ്കിൽ ലാർജ് മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വയർ അറിയില്ല. ഒരു മെറ്റേണിറ്റി ഷൂട്ടിനൊക്കെ നന്നായിട്ട് ചേരും കേട്ടോ. മീൻസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഗൗൺ ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നല്ല വയറൊക്കെ ഉള്ളവർക്ക് വയർ അറിയാതിരിക്കാനൊക്കെ നന്നായിട്ട് ഉപകരിക്കും. ഇങ്ങനത്തെ കട്ടിങ് ഒക്കെ വരുമ്പോഴേ, അതായത് ഇവിടെ വരെയല്ലേ കട്ടിങ് ഉള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ഞൊറികളല്ലേ വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് കുടവയറും അല്ലെങ്കിൽ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ വയറൊന്നും പോയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കിടുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും കുറച്ച് വയറൊക്കെ നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴാണ് ഭയങ്കര കൺഫ്യൂഷൻസും ഭയങ്കര കോൺഫിഡൻസ് കുറവും വരാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കിടുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ റെഡ് കണ്ടില്ലേ, ഇത് മീഷോന്ന് എടുത്താണ്. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേ ടൈപ്പ് തന്നെ ഇതിന്റെ ബ്ലൂ, ഇതേ ടൈപ്പ് പറഞ്ഞ എക്സാക്ട് ഈ പ്രിന്റ് അല്ല, പക്ഷെ
മോഡലൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇതിന്റെ ബ്ലൂ ആണ് കേട്ടോ, ഇത് നല്ല കളറാണ്, നല്ല നേവി ബ്ലൂ കളറ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ഒരു കളറാണ് കണ്ടത്. ഇതേണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങനൊരു ഡിസൈൻ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഞുറികളും വേണ്ട അതൊക്കെ സെയിം, ഏകദേശമൊക്കെ സെയിം. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതും എക്സൽ എടുത്തു പോയി, തെറ്റിയിട്ട് ഞാൻ എക്സൽ കൊടുത്തു, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ആക്ച്വലി ലാർജ് ആണ് കറക്റ്റ് പാകം. ഇതേണ്ടോ, ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ലാർജ് സൈസാണിത്. പക്ഷെ എക്സൽ ആയി വരുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ലൂസായിട്ട് നിൽക്കണു. അതുപോലെ കണ്ടോ, നല്ല വലിപ്പം എനിക്ക് ഫീൽ ചെയ്യണം. വലിപ്പം ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കറക്റ്റ് ഒരു ഫിറ്റിംഗ് ഇല്ലാത്ത മാതിരി ഒരു ഫീല്. ഈ കൈക്കുഴിയുടെ അവിടെയൊക്കെ എന്തോ ഒരു അപാകത മാതിരി എനിക്ക് ഫീൽ ചെയ്യണു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. നല്ലൊരു എന്താ പറയുക, അതിനിപ്പം നേവി ബ്ലൂ കളർ അല്ലേ, നേവി ബ്ലൂ കളറാണ് സംഭവം. നല്ല രസമുണ്ട്. ഇവിടുത്തെ ഡിസൈൻസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി മാതിരി കേട്ടോ. അതായത് വെറും ത്രെഡ് അല്ല, ഇവിടെ ഇങ്ങനെ മറ്റേ എന്താ പറയുക മിനിങ്ങണ സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളതാണ്. നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൈസിന്. ഇനി നല്ല രസമുണ്ട് കാണാൻ. ഷോള് വന്നിട്ട് ഒരു പ്ലെയിൻ ആണ്, പ്ലെയിൻ ടൈപ്പ് ഷോളാണ്. നമുക്കിത് ഇതിൻ്റെ ഷോള് മാതിരി, ഇതിൻ്റെയും പ്ലെയിൻ ആയിരുന്നല്ലോ റെഡ്, അതുമാതിരി തന്നെ ഇത് ഇങ്ങനെ ഇടാം അങ്ങനെ. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഭാഗം ഞാനിവിടെ കൊടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് റിട്ടേൺ കൊടുത്തിട്ട് ലാർജ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ പ്രൈസ് നോക്കുമ്പോൾ ഞാൻ എടുത്തതിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇത് എടുത്തത് 326 രൂപയ്ക്കാണ്. എക്സൽ 326 രൂപയ്ക്കാണ് എടുത്തത്. ലാർജ് ആകുമ്പോൾ അതിനും വില കുറവാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ ലാർജ് തന്നെ 356 അത്രയായിട്ട് കാണുന്നത്. അപ്പോൾ വില കുറഞ്ഞിട്ട് ലാർജ് എടുക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം. ഓർഡർ ചെയ്തതിൽ സംഭവം നന്നായിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഫങ്ഷൻസിനാണെങ്കിലും അതുപോലെ ഇപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും അത്ര വലിയ ഗ്രാൻഡും എല്ലാം അത്ര വലിയ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ ഒക്കേഷൻസിലും ഒരുപോലെ വിയർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ കണ്ടില്ലേ, ഇത് തന്നെ സെയിം. ഈ മുമ്പത്തെ ഡിസൈൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബാക്കിയൊക്കെ ഈക്വൽ എന്ന് പറയുന്ന പോലെ ഈ സെയിം ആണ്. അപ്പോൾ എനിക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര പെട്ടെന്ന് ഡാമേജ് ഒന്നും ആവില്ല. ഈ ജോർജറ്റ് മോഡൽ വരുന്ന തന്നെയാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതും ഓക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് കുർത്തി ദുപ്പട്ട അതുപോലെ ബോട്ടം സെറ്റാണ് കേട്ടോ. ഇത് എനിക്ക് എന്താ പറയുക, കുറേ ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും പിന്നെ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഒരു കസിൻ വന്നിട്ട് ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ. ചേച്ചി ഇതൊന്നും എടുത്ത് നോക്കുമോ, ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഇത്. സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മുക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. കോട്ടൺ ആണോ ചോദിച്ചാൽ ഈ ബ്ലെൻഡഡ് കോട്ടൺ എന്നൊക്കെ പറയില്ലേ, മിക്സഡ് ആയിട്ട് വരുന്നത്, അങ്ങനെ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഇതിൽ നോക്കുന്ന സമയത്ത് കളർ പോവാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പക്ഷെ മുക്കിയ ചിലപ്പോൾ ചുളിവ് വന്ന് അങ്ങനെ തേച്ചിട്ട് ഇടാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നല്ല സോഫ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് മീൻസ് ആ സോഫ്റ്റ്നെസ് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കഴുത്ത് ഇത് ഇങ്ങനൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഈ ബോട്ടത്തിലുള്ള ആ ഒരു ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആണ് കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ ബോട്ടം വിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യാം. ആ ഒരു പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിത് എലാസ്റ്റിക് ആണ് അര വന്നിട്ട്. ഇതൊരു സാധാ ഒരു പാൻറ്റാണ്. ഇവിടെ ഒരു കട്ടിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു പാൻറ്റ്. പിന്നെ ഇതിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ തയ്ച്ചിടുന്ന ചുരിദാറുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ മാതിരി റെഡിമെയ്ഡ് ആയപ്പോൾ എല്ലാം മാറിയതാണ്. ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയായിട്ട്, നല്ല പ്രിൻ്റാണ്, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. നമുക്കിപ്പോൾ അമ്പലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിലേക്കോ എവിടേക്കെങ്കിലൊക്കെ എവിടെ പോവുകയാണെങ്കിലും സ്യൂട്ടബിൾ ആവുന്നതാണ്. പക്ഷെ ഒരു പാർട്ടി വെയർ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് നോർമലി ഇപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം നല്ല രസമായിട്ടൊക്കെ എങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ്. ഞാനിവിടെ ഇട്ടിട്ടുള്ളത് കാണിച്ചേക്കാം. ഇതിന്റെ റേറ്റ് വരുന്നത് 468 രൂപയാണ് കേട്ടോ. 468 റുപ്പീസ് ആണ്. ഇതും ഞാൻ എക്സൽ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഇട്ടത് കാണുമ്പോഴായിരിക്കും എനിക്ക് അറിയണത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിയില്ല. എക്സൽ ആണ്, എന്തായാലും എനിക്ക് കുറച്ച് സൈസ് കൂടുതലായിരിക്കും.
അപ്പോൾ ഇനി കുറഞ്ഞിട്ട് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാ എക്സൽ ഓർഡർ ചെയ്താണ് കേട്ടോ തെറ്റിയിട്ട്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നന്നായിട്ട് സ്യൂട്ടബിൾ ആവണതാണ്. സിമ്പിളാണ് സംഭവം. കുറച്ചൊരു ഇങ്ങനത്തെ പ്രിന്റുകൾ കണ്ടിട്ടില്ലേ, സാരികളിലൊക്കെ ഇങ്ങനത്തെ പ്രിന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സാരികളിലൊക്കെ ആ ഒരു ടൈപ്പ് തോന്നി. നന്നായിട്ടുണ്ട് സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രൊഡക്റ്റ്. അടുത്തത് നമുക്ക് ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ മുന്തിരി കളർ എന്ന് പറയാം, അങ്ങനെ ഒരു കളർ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗി. ഒരു വെറൈറ്റി കളർ എനിക്ക് അങ്ങനെ ഇല്ല, ഇങ്ങനത്തെ കളേഴ്സ് ഇല്ല. അങ്ങനെ ഒരു ആലിയ കട്ട് മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഒരുവിധം എല്ലാം ഞാൻ ഇതിൽ ആലിയ കട്ടാണ് എടുത്തിരിക്കുന്നത്. കയ്യിൽ ഇതേ ഇങ്ങനെ കുഞ്ഞൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇവിടെ ആ കട്ട് വന്നിരിക്കുന്നത് സിൽവർ കളറിലാണ് കേട്ടോ. സിൽവർ കളറിൽ ഇങ്ങനെ കുഞ്ഞു ലേസ് അല്ല, എന്താ പറയുക അതിനെ, അങ്ങനത്തെ സംഭവം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ നല്ല തിളക്കമുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നതാണ്. പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റി അല്ല, കോട്ടൺ മിക്സ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കളർ പോവില്ല കേട്ടോ, കളർ പോവാത്തൊരു മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇതിൻ്റെ കൂടെ വൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെയർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഞാൻ ഷോള് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കുർത്ത മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഈ കളർ തന്നെ ഷോളും പാൻറ്റും ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇട്ടിട്ടും കൂടെ കാണിച്ചു തരാം. ഇത് സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ എല്ലാം ലാർജ് തന്നെയാണ്, സോറി എക്സൽ തന്നെയാണ്. എക്സൽ എനിക്ക് നല്ല വലിപ്പം തോന്നി കേട്ടോ. നിങ്ങളിത് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോർമൽ സൈസ് എക്സൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം എടുത്താൽ മതിയാവും. കാരണം അത്രയും വലിപ്പമുണ്ട്. ഇവിടെ അമ്മയ്ക്ക് ട്രിപ്പിൾ എക്സൽ വേണം. അമ്മ ഇതിട്ട് നോക്കിയപ്പോൾ കറക്റ്റാ, പാകമാണ്. ട്രിപ്പിൾ എക്സലിൻ്റെ വലിപ്പമുണ്ട് എക്സലിന്. കണ്ടോ, ഇതേ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ഇട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 303 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 303 രൂപയ്ക്ക് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അതായത് 303 രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെയാണ്. അതായത് അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. തുണി പെട്ടെന്ന് കേടുവരുന്നതോ അല്ലെങ്കിൽ പ്രിന്റ് ഇളകി പോകുന്നതൊന്നും അല്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഓഫീസ് വിയർ ആയിട്ടാണെങ്കിലും ഡെയിലി നമ്മൾ കോളേജിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ഇടാം, അല്ലെങ്കിൽ കുഞ്ഞൊരു ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ കളറിൻ്റെ പ്രത്യേകതയാണെന്ന് അറിയില്ല. അങ്ങനെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഷോളും പാൻറ്റും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ഫങ്ഷൻ ടൈപ്പായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിൽ കാണുന്നേക്കാ ഭംഗിയുണ്ട് കേട്ടോ. വന്നപ്പോൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇതുപോലെ അല്ലായിരുന്നു, വേറൊരു ഷെയ്ഡായിരുന്നു. ഞാൻ ഇവിടെ അതിൻ്റെ ഒറിജിനൽ മീഷോയിൽ കണ്ടിട്ടുള്ള പിക്ക് കൊടുത്തേക്കാം. വേറൊരു ഇതുണ്ടായിരുന്നേ. ഇത് നേരിട്ട് വന്നപ്പോൾ ഏകദേശം ഒരു മെറൂൺ മിക്സ്, മെറൂണും പിന്നെ എന്താ പറയുക ഒരു ക്രീം കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഫോട്ടോയിൽ കാണുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വെച്ച് നോക്കുമ്പോഴും നല്ല ഭംഗി തോന്നി. പിന്നെ ഇതും ആലിയ കട്ട് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇതിലിങ്ങനെ മിറർ മാതിരിയാണ് വന്നിരിക്കുന്നത്, മറ്റേ വർക്ക് വന്നിട്ട്. പിന്നെ അതുപോലെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കൈ വേറെ പ്ലെയിൻ ആണ്. ഇത്ര തന്നെയുള്ളൂ. ഇതൊക്കെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. അതും ഇപ്പോൾ നേരത്തെ കാണിച്ചതും സൈഡ് ഓപ്പണാ, ഇതും സൈഡ് ഓപ്പണാ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കട്ടായത് കാരണം കൊണ്ട് നമുക്കങ്ങനെ തടിയുള്ളവർക്കും നല്ല ഒതുങ്ങി കിടക്കണ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇത് ഞാൻ ഇട്ടിട്ടും കൂടെ കാണിച്ചു തരാം. ഇത് ഞാൻ പക്ഷേ ലാർജ് സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്, ലാർജ് സൈസാണ്. ഇത് ഞാൻ ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ലാർജ് സൈസ് മതിയാവും. ഞാൻ എക്സൽ കുറച്ച് ഇനിയിപ്പോൾ എങ്ങാനും ടൈറ്റ് ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് ലാർജ് സൈസാണ്. ഇതിൽ നമുക്ക് മെറൂൺ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 276 രൂപയാണ്. 276 റുപ്പീസിന് നല്ല എനിക്ക് നന്നായിട്ട് തോന്നി, നല്ല രസം തോന്നി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ. നെക്സ്റ്റ് വൺ വന്നിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു ബ്ലാക്ക് ആണ്, പക്ഷേ
ഇതിൽ നമ്മൾ മീഷോയിൽ കണ്ട സമയത്ത് നല്ലൊരു ബ്ലാക്ക് ആയിട്ട് തോന്നി, ഒരു നര കളർ മാതിരി എനിക്ക് വന്നപ്പോൾ തോന്നണത്, ഒരു നരച്ച ഒരു ഷെയ്ഡ് മാതിരി. പിന്നെ ഇത് മുക്കുമ്പോഴും തുണി വന്നിട്ട് ഒന്ന് ചുരുങ്ങാനുള്ള ചാൻസസ് ഉള്ള മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു. പിന്നെ ഇതും നമ്മുടെ ആലിയ കട്ട് തന്നെയാണ് വരുന്നത്. ഇത് പക്ഷേ സൈഡ് ഓപ്പൺ അല്ല, അംബർല കട്ടാണ് കേട്ടോ. ഇത് ഒരു പഴയ ഒരു ടൈപ്പ് മോഡൽ, ഇങ്ങനെ ഇവിടെ ഒരു എന്താ പറയുക, ലേസ് അല്ല, പണ്ടത്തെ മോഡലില്ലേ, ഇങ്ങനെ മിറർ വർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ നൂല് കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ ബ്ലാക്ക് ആയതുകൊണ്ട് ഭംഗി ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഓവറോൾ അങ്ങനെ വലിയ ഇത് തോന്നിയില്ല. അത് വിഷ്വൽ കണ്ടപ്പോഴുള്ള ഒരു രസം വന്നപ്പോൾ തോന്നിയില്ല. ഒരു പഴയ മോഡൽ, പഴയ ഒരു ഡ്രസ്സ് മാതിരിയൊക്കെ തോന്നണത് കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു പ്രൈസിന് നല്ല അഫോർഡബിൾ ആണ്, ഭംഗി ഉണ്ടാവും കാണാൻ, അത്രേ ഉള്ളൂ. ഡെയിലി ഒക്കെ യൂസ് ചെയ്യണവർക്ക് ഓക്കെ ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഓഫീസിലൊക്കെ ഡെയിലി പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. അല്ലാതെ ഒരു ഫങ്ഷൻ വിയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന XL സൈസാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 273 രൂപയാണ് കേട്ടോ. അതിന് ഓക്കെയാണ്, 273 രൂപയ്ക്ക് ഓക്കെയാണ്. എനിക്ക് എന്തോ തുണി അങ്ങനെ ഒരു സുഖമായിട്ട് തോന്നിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ കളർ പോകുന്ന ഒരു ടൈപ്പ് തോന്നിയില്ല, ചുരുങ്ങുന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന 6 സെറ്റ് ചുരിദാറും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം 500 ബിലോ വരുന്നതാണ്. അത്യാവശ്യം നല്ല മോഡൽസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ യൂസ് ചെയ്താലും വലിയ ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിലുള്ള, എന്നാൽ അത്ര ബഡ്ജറ്റ് കൂടിയതല്ലാത്തതും. ഇപ്പോൾ ഇത് കാണിച്ചതൊക്കെ കണ്ടില്ലേ, ഒരു 300 ആ റേഞ്ചിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു മീഡിയം ഒരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തരം ഒക്കേഷൻസിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതും ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. എനിക്ക് ഇതിലുള്ള ഒരുവിധം എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ ലാസ്റ്റ് കാണിച്ച ബ്ലാക്കിൻ്റെ മാത്രമാണ് എനിക്കൊരു തുണി ഒരു ബുദ്ധിമുട്ട്, മീൻസ് ഒരു പഴയ മോഡൽ മാതിരിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നിയത്. ബാക്കി എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് ആകെ ഒരു അബദ്ധം പറ്റിയത്, ഞാൻ എല്ലാ XL ഓർഡർ ചെയ്ത് എൻ്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ്. അപ്പോൾ അത് തെറ്റി ഓർഡർ ചെയ്തത്, പിന്നെ പർപ്പസ്ഫുള്ളി ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ചില മെറ്റീരിയൽ കാണുമ്പോൾ നമുക്കത് ചെറുതാകുമോ വരുമ്പോൾ എന്ന് തോന്നിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ഡ്രസ്സുകൾ XL എന്ന് പറയുമ്പോൾ, എൻ്റെ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. XL എന്ന് പറയുമ്പം 3XL ഒക്കെ സൈസാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ച ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഡ്രസ്സുകളൊക്കെ റെഗുലറായിട്ട്, അതായത് ഡ്രസ്സ് അഡിക്ഷനൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.